സ്വപ്നസുന്ദരമായ ഒരു ഗ്രാമത്തിൽ അപ്പനും അമ്മയും 3 മക്കളും ഉൾപ്പെടുന്ന ഒരു ചെറിയ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിൽ നടക്കുന്ന ചില ആത്മീയ കാര്യങ്ങളും അവരുടെ പ്രാർത്ഥനാ ജീവിതവും. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും വചനപഠനത്തിനും എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് വരുന്ന തലമുറയെ പഠിപ്പിക്കുക എന്നത് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച സംഭവിച്ച ഒരു കുടുംബത്തിൻ്റെ കഥ പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. മാനസാന്തരത്താലുള്ള മടങ്ങിവരവ്. അവള് മിക്കവാറും ആ സാധനത്തെ കുത്തിക്കൊണ്ടിരിക്കുവായിരിക്കും. ആ ഫോൺ എന്ന് വീട്ടിൽ വന്നു അന്ന് മനുഷ്യന്റെ സമാധാനം പോയതാ. നീ എലിക്കുട്ടിയെ 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 എന്താണ് അവൻ ചേട്ടനത്തോളം വെച്ചോണ്ടിരിക്കുന്നേ? ഞാനേ നമ്മുടെ ദുബായിലുള്ള ഷെർലിയോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അവള് പറയുവാ നമുക്കിങ്ങനെ എപ്പോഴും ഫോണിൽ കൂടെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. എന്താ കൈപ്പോ അങ്ങനെ എങ്ങാണ്ട് സാധനത്തിൽ സംസാരിക്കണ്ടേ? എനിക്കൊന്നും മനസ്സിലായില്ല. പ്രായത്തിന്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ കറിയാച്ചമ്മ കൂട്ടിയൊക്കെ വന്നേക്കാന്ന്. ഇത് കേട്ടപാടെ അവള് ഭയങ്കര ചിരി. എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്ര വലിയ കോമഡിയാണോ? അല്ല, കോമഡി ഷോയിലും പോയാൽ മതിയായിരുന്നല്ലേ. എന്റെ ബുദ്ധിമതിയായ ഭാര്യയെ ഇനി അതിന്റെ പേര് കൈപ്പെന്നല്ല, അതിന്റെ പേര് സ്കൈപ്പെന്ന. അത് കണ്ടോണ്ട് സംസാരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാ, മനസ്സിലായോ? ഓ, ഇനി ഞാൻ ആപ്ലിക്കേഷനും പൂരിപ്പിച്ചു കൊടുക്കണോ? എന്നെ കൊണ്ടൊക്കെ പറ്റത്തില്ല. ഒന്നും അറിയാൻ പാടില്ലെങ്കിലും ആൽബർട്ടൻസിന്റെ കൊച്ചുമോളാണ് അവളുടെ വിചാരം. നീ ഇപ്പൊ ഒരു ചായ എടുത്തോണ്ട് വരിക്കുട്ടി. മനുഷ്യ കൊറേ ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു. 24 മണിക്കൂർ എലിക്കുട്ടി എലിക്കുട്ടി മാത്രമാണോ നിങ്ങൾക്ക്? ഞാനിപ്പോ അതിനിപ്പോ എന്നാ വേണം? നിങ്ങൾക്ക് എന്റെ പേര് അറിഞ്ഞുകൂടായോ? എന്നെ ചക്കരയുടെ മോളേന്നൊന്നും വിളിക്കാൻ ഞാൻ പറയത്തില്ല. ഒരു ഷോർട്ട് ആയിട്ട് ഒരു ഫാഷൻ പേര് പറഞ്ഞൂടെ? നിന്റെ പേരെന്തുവാ? എലിക്കുട്ടി. ഞാൻ നിന്നെ ഷോർട്ട് ആയിട്ട് എലിന്ന് വിളിക്കട്ടായോ? നോ നോ, കോൾ മീ എലിക്കുട്ടി ഫുൾ. ഇതിലും ഭേദമാ. ചക്കരെ പൊന്നെ തേനെ വിളിക്കാൻ പറ്റിയൊരു സാധനം. നീ ഇപ്പൊ ഒരു ചായ എടുത്തോണ്ട് വന്നേ. ഓ, എപ്പോ നോക്കിയാലും ഒരു ചായ. ഹലോ, ഓണാന്നില്ലല്ലോ. ഇതെന്നെ അടി വർക്കാവട്ടെ. ആ ഹലോ, ആ ബ്രോക്കറെ എന്നാ ഉണ്ട്? ബ്രോക്കറെ, ഞാൻ പറഞ്ഞ കാര്യം ബ്രോക്കർ ഓർക്കുന്നുണ്ടോ? എൻ്റെ പിള്ളേരുടെ കാര്യം എന്നായി? ബ്രോക്കറിനറിയാലോ, എനിക്ക് 3 പിള്ളേരാ. എ മോൻ, ബി മോൻ, സി മോൻ. 3 പേരും വേഗം മിടുക്കര, കാണാനോ 7 അഴക. ബ്രോക്കർ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്റെ പെണ്ണുമ്പിളോട് ചോദിച്ചു നോക്കൂ, അവൾ നല്ല വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു തരും. അതിപ്പോ ഞാൻ എന്നാ പറയാനാ? എന്റെ ബുദ്ധി, എന്റെ അച്ചായന്റെ സൗന്ദര്യം, പോരാത്തിന് ഞങ്ങളുടെ 2 പേരുടെ സൽസ്വഭാവം, ഇതെല്ലാം കൂടെ കിട്ടിയ ഇതുപോലത്തെ 3 മക്കള് ഈ ദേശത്തെ കാണത്തില്ല. അതുകൊണ്ട് ബ്രോക്കറെ 2 ആണവണാന്ന് ചെറുക്കന്മാരെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കല്ലേ. നല്ല പൂവമ്പഴം പോലത്തെ സൽസ്വഭാവിയായ ചെറുക്കന്മാരെ തന്നെ വേണം. അറിയാലോ എന്നെ, എന്റെ ഏമോടൊന്നും അമേരിക്കയില്ല. ബിമോനാണെങ്കിൽ അങ്ങ് ബ്രിട്ടാനിയയിലും, സീമോനാണെങ്കിൽ കാനഡയിലും. ഞാനാ അവരെ വളർത്തിയെ. അതുകൊണ്ട് നല്ല പെന്തിക്കോസ് ഒരുപാട് ചെറുക്കന്മാരെ തന്നെ വേണം. ആ ശരി എന്നാ ബ്രോക്കറെ, നിങ്ങളുടെ പോകും. നീ ഒരു ചായ കേട്ടേടി. ഓ എന്റെ മനുഷ്യ, 24 മണിക്കൂർ കൊണ്ട് ഒരു ചായ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴാ ഓർത്തെ, നമ്മുടെ ഏമോട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് പറയുവാ അവള് ഡിപ്രഷനിൽ പോവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞു, എവിടെ പോയാലും ശരി കൃത്യം 8 മണിയാകുമ്പോ വീട്ടിൽ കയറിക്കോണം. ഞാൻ അങ്ങനെയല്ലേ ഇവിടെ വളർത്തിയിരിക്കുന്നത്. പിന്നെ ഭീമോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പറയാ ഡേറ്റിന് പോവാന്നോ. ഇവിടെ വരുന്ന ഡേറ്റ് വല്ലായിരിക്കും, അതെന്തേലും ആട്ടെ. അവന്റെ മാലാഖയെ പോലത്തെ മോനെ. എന്റെ കർത്താവേ, ഈ അമ്മയും മക്കളും എവിടെ പോയി അവസാനിക്കുമെന്നോ ആകപ്പാടുള്ള എന്റെ പ്രതീക്ഷ അതെന്റെ സീമോനിയാണ്. അവന് വിളിച്ചായിരുന്നു. അവനോട് ഞാൻ കല്യാണക്കാരും പറഞ്ഞപ്പോ അവൻ പറയുവാ അവൻ അവന്റെ ഹൃദയം ആർക്കാണ്ട് കൊണ്ടു കൊടുക്കുന്നു. അല്ല ചായ, ഈ മരിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഹൃദയമൊക്കെ കൊണ്ടു കൊടുക്കുന്നു. ഇവനാണ് ജീവനോടെ ഇരിക്കുമ്പോ തന്നെ മാറി മാറി ഹൃദയം കൊടുത്തുകൊണ്ടിരിക്കുക. എടി, പിള്ളേരെ വളർത്തുമ്പം
ചോറും ചൊല്ലും കൊണ്ടും പറഞ്ഞ് വളർത്തണം. ഇല്ലാത്ത പിള്ളേരുണ്ടല്ലോ ഇങ്ങനെ വഴിതെറ്റിപ്പോവും. ഇനി അമ്മയാന്ന് പറഞ്ഞാൽ പോരാ, അമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം, പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മുട്ടുമേലിരിക്കണം. ഇതൊന്നും ചെയ്യാതെ അമ്മയെന്ന് പറഞ്ഞോണ്ട് നടന്നാണ്ടല്ലോ പിള്ളേർ വഴിതെറ്റി തന്നെ പോകും. മനസ്സിലായോ? ഞാൻ എന്തോ ചെയ്തില്ലെന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നേ? അവർ ചെറുതായിരുന്നപ്പോ ഞാൻ അവരെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോയി. ഇച്ചിരിയുടെ വെള്ളത്തായപ്പോ ഞാൻ അവരെ പിടിച്ച് വെള്ളത്തിൽ മുക്കി. പിന്നെ ഞാൻ അവരെ യൂത്ത് മീറ്റിങ്ങിന് കൊണ്ടുപോയി. നല്ല സൽസ്വഭാവിയായ പിള്ളേരെ ഞാൻ കൊണ്ടുവിട്ടെ. എന്നിട്ട് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞോണ്ടിരുന്നു. എടി ഇന്ന് തന്നെ എന്റെ 3 പിള്ളേർ ഇവിടെ എത്തണം, കേട്ടല്ലോ? നീ ഒരു ചായ എടുത്തോ. ആ ചായ ഒക്കെ നമുക്ക് നോക്കാം. അതെ, ഇവള് പിള്ളേരെ വളർത്തിയാതെ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇവിടെ എങ്ങനെ പിള്ളേരെ വളർത്തിയെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഏലിക്കുട്ടിയുടെ പഴയകാല പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എല്ലാവരും കണ്ണടച്ചിരുന്നേ. ഞാൻ പറയുന്നത് ഏറ്റു പറഞ്ഞാൽ മതിയേ. എനിക്ക് മുട്ടുണ്ടാകില്ല. നിറച്ച പേന പുളിയൊന്നും കൊണ്ട് ഓരോന്നും തല ചെയ്യണമെന്ന് പറഞ്ഞ ജീവിതത്തിലില്ല. നിങ്ങൾ പറഞ്ഞേ പച്ചയായ ഉൾപ്പുറങ്ങളിൽ അവനെന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കർത്താവേ മഴ വരുന്നു. ഇതിപ്പോ ഇത് തീർത്തിട്ട് നമുക്ക് പ്രാർത്ഥന തീർത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഇതിന് കാണട്ടെ. ഇത് പറഞ്ഞേ എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. നീ മോനെ നീ നടപ്പത്ത് കിടക്കുന്നു, കുറച്ച് വെച്ചിട്ടുള്ളൊന്ന് പോയി നോക്കിക്കേ. നിങ്ങൾ പറഞ്ഞേ തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ കോഴിക്കോട് അടച്ചേർന്നു. തിരുനാമം നിമിത്തം എന്നെ പ്രാർത്ഥനയായിരുന്നു, പോയിട്ട് പിന്നെ വരാം. ബൈബിളും പാട്ട് ദിവസവും ഒക്കെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. ചെല്ലപ്പഞ്ചേട്ടൻ പ്രാർത്ഥന നടക്കട്ടെ. ഞാൻ വന്നത് എനിക്ക് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട്. അപ്പം നിങ്ങളോടാകുമ്പോഴല്ലേ ചോദിക്കാൻ പറ്റൂ. അമ്മ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ, അമ്മ ആശുപത്രി കിടക്കും. അപ്പം ഹോസ്പിറ്റലിൽ മറ്റുമായിട്ട് കുറച്ച് ചെലവുണ്ട്. കടമായിട്ട് മതി, ഞാൻ തരാം. ചെലപ്പം ചേട്ടനൊന്നും തോന്നരുത്. ഞാൻ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, പിള്ളേരെ ഫീസ് എടുത്തടച്ചു. പിന്നെ ചേട്ടൻ കണ്ടാണല്ലോ കാറ് മേടിച്ചായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. സൈക്കിളോ അപ്പൊ വന്നിട്ട് നമുക്ക് നാളെ പോയി മേടിക്കാമേ. ചെലപ്പം ചേട്ടൻ അപ്പുറത്തെ വീട്ടിലെ ശ്വാസം വിടുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും തരും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇല്ലാത്തോണ്ടാട്ടോ കുഴപ്പമില്ല. സൈക്കിളൊക്കെ മേടിക്കും മക്കളെ കേട്ടോ. അച്ഛനെങ്ങാനും ഉണ്ടായിരുന്ന ഓട്ടോയിൽ അതന്നെ എടുത്തു കൊടുത്തേ. അച്ഛൻ വരുന്നതിന് തന്നെ പോയത് കാര്യമേ. മതി പിള്ളേരെ എഴുന്നേറ്റ് പോയി ഇതെല്ലാം പഠിക്കേ. എന്റെ മനസ്സോത്രി എന്തോ ആയോ എന്തോ. സ്കൂളിലോട്ടൊരു കഥയുണ്ട്, നിങ്ങൾ അതുകൂടെ കണ്ടു നോക്കും. നാളെ എനിക്ക് എക്സാം ഉണ്ട്. നാളെ എന്ത് എക്സാം? നാളെ സൺഡേ അല്ലേ? സ്കൂളിലെ എക്സാമിന്റെ കാര്യമാണോ പറയുന്നത്? ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞ് സെക്കൻഡ് ഡിവിഷന്റെ കാര്യമാണോ? അതുപോലെ എല്ലാം പഠിച്ചതല്ലേ? എന്നാ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2 മാർക്കൊന്നും കുറച്ചുകൊണ്ട് വന്നെങ്കിലും എനിക്ക് നാട്ടുകാർ നോത്ത് നോക്കാനുള്ളതാണ്. സൺഡേ സ്കൂളിന്റെ എക്സാം ആയിരുന്നു. അത് മോൻ അറിയാവുന്ന എന്തെങ്കിലും കേട്ടിരുന്നു. മാത്രമല്ല എല്ലാ സൺഡേ ഫസ്റ്റ് പ്രസംഗവും കേൾക്കുന്നത്. അത് വെച്ച് മോൻ അറിയാവുന്ന എഴുതിയാൽ മതി കേട്ടോ. മോൻ അറിയാവുന്ന എന്തെങ്കിലും ഒക്കെ എഴുതും. മമ്മി ഇപ്പഴാ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് TV കാണാൻ വരുന്നത്. മോനിപ്പം സ്കൂളിൽ എന്തെങ്കിലും പഠിച്ചിട്ട് പോയി കിടന്നു കേട്ടോ. ചില ദിവസങ്ങൾക്ക് ശേഷം സൺഡേ സ്കൂൾ എക്സാം റിസൾട്ട് വന്നപ്പോൾ സാറിനോടും
അങ്ങനെ അമ്മയും മകനും കൂടെ പാസ്റ്ററേയും സൺഡേ സ്കൂൾ സാറിനെയും ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ ഈ പിള്ളേരൊക്കെ ഇത് എന്തോ എഴുതി വെച്ചേക്കുന്നത് ഒരു പിടുത്തമില്ലല്ലോ. ഇതൊക്കെ വായിച്ചെടുക്കണമെങ്കിൽ 1-2 പേരെ വിളിക്കണം. ഇത് ഏത് വാക്യം? നീതിമാൻ ഓർമ്മയിലിരിക്കും. ഓ, നീതിമാൻ ഓർമ്മയിലിരിക്കും. ഓക്കെ ഓക്കെ. ഇപ്പൊ മാർക്ക് കൊടുത്താലും ഇല്ലേലും ഞാൻ പെടുവല്ലോ. അപ്പൊ എഴുതിയൊക്കെ കണക്കാ. പിന്നെ എഴുതിയതൊക്കെ ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സീമോനോട് തന്നെ ചോദിച്ചു നോക്ക്. എന്തുകൊണ്ട് വിശേഷം? എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടോ? സീമോൻ നീ എഴുതിയായിരുന്നോ? എല്ലാം നല്ലതായിട്ട് എഴുതിയായിരുന്നോ? പിന്നെ എന്താ മാർക്ക് കുറവ്? സാറേ പേപ്പർ ഉണ്ടോ കയ്യില്? ആ ഉണ്ടല്ലോ ഉണ്ട്. ഞാൻ ഒന്ന് ചോദിക്കാം, നീ അത് എഴുതിയതൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറ. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് മാർക്ക് വേണേ തരാം. എന്നാ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാവേ. എരീഹോ മതിൽ തകർത്തത് ആര്? എന്റെ ഏലിയമ്മച്ചെടുത്ത് ഇത് ബൈബിളിലെ ചോദ്യം അല്ലാതെ ഇവിടെ മതിലേ കയറിയ കാര്യമൊന്നും അല്ല. സെക്കൻഡിന് മാർക്ക് ഉണ്ടോന്ന് നോക്കാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം കേട്ടോ സിമോനെ. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? ഒരു വ്യക്തി പറഞ്ഞത് ശരിയായോണ്ട് ഞാനങ്ങ് മാർക്ക് കൊടുത്തു. എന്നിട്ട് ജയിച്ചോ? ഇല്ല. ഓക്കെ, നല്ല ഉത്തരം. എന്നാ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. അതിനെല്ലാം നല്ല ഉത്തരം പറയണേ. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എന്റെ സിമോനെ, നീ ഒന്നും പഠിക്കാതെയാണ് എഴുതിയത്. പിന്നെ ഇങ്ങനത്തെ ഉത്തരമൊക്കെയാണോ പറയുന്നത്? ഞാനെന്നാ അടുത്ത ചോദ്യം കൂടെ ചോദിക്കാം. ലാസ്റ്റ് ഞാൻ ചോദിക്കുവാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോ ചെയ്ത ഒരു അത്ഭുതം വിവരിച്ചെഴുതുക എന്നുണ്ടായിരുന്നു. അത് എഴുതിയായിരുന്നോ? സാർ അത് എഴുതിയായിരുന്നോ? ഉണ്ടോ? നല്ല വിശദമായിട്ട് ഇട്ടുണ്ട്. ഞാനിപ്പോ വായിക്കാം. ഒന്ന് വായിച്ചേ. സിമോനെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ ഗാങ്സ്റ്റേഴ്സ് ആക്രമിച്ചു. ഗാങ്സ്റ്റേഴ്സ് എന്തുവാടേ? പിന്നെ അവിടെ പൊരിഞ്ഞടിയായിരുന്നു. ടിഷ്യൂം മിതപ്രായനാക്കി കഷ്ണമാക്കി അവിടെ ഇട്ടു. അമ്മ മൊത്തം കേട്ടിട്ട് പോകാത്. കൊച്ചിന് അവാർഡ് കൊടുക്കാനുള്ള ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ബാലൻസ് വന്ന 12 വട്ടം നിറച്ചെടുത്ത് അതിലൊരു കുട്ട ഇസ്കരിയോത്യത കൊണ്ടുപോയി ദേവാലയത്തിലെ കാളകളെ ആടുകളെ വിൽക്കുന്നവർക്ക് 30 വെള്ളി കാശിന് വിറ്റ് കളഞ്ഞു. ഇതാ ഭാഷ എഴുതിയേക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നി ചേർത്തി? ഇനിയെങ്കിലും കുഞ്ഞുങ്ങളുടെ ആത്മീയ കാര്യത്തിൽ ശകലം കൂടെ ശ്രദ്ധിക്കണം. സൺഡേ സ്കൂളിലൊക്കെ വിടുവാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കണം. സ്കൂളിലെ സിലബസ് പോലെ തന്നെ സൺഡേ സ്കൂളിലെ സിലബസും അവരെ പഠിപ്പിക്കുന്നതിൽ നമ്മൾ വളരെ ഉത്സാഹം കാണിക്കണം. അവരെ ദൈവകൃപയിൽ ദൈവഭക്തിയിലും ആ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവർ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് നല്ല ഉത്തരവാദിത്തം ബോധത്തോടെ അവരെ വളർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് അവരെ പത്യോപദേശത്തിൽ നമ്മൾ വളർത്തുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ വേണം കേട്ടോ. വല്ലതും മനസ്സിലായോ? ശരിയമ്മ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊക്കെ പാസ്റ്റർ ഉപദേശം കേട്ടെങ്കിലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ അവരുടെ കുടുംബം മുന്നോട്ട് പോയി. എന്റെ മനുഷ്യ, നിങ്ങൾ ഇവിടെ ചായ ഉണ്ടാക്കുന്ന മെഷീൻ വല്ല മേടിച്ചോ? അല്ല, ഞാനിതൊന്ന് കാണട്ടെ. 24 മണിക്കൂർ ഈ സാറിന്റെ ചുറ്റിക്കൊണ്ടിരിക്കാതെ നീ ചെന്ന പവർ മെഷീനോ അല്ലാണ്ട് ചർച്ചിൽ ലേഡീസ് മീറ്റിംഗ് നടക്കും, നീ ഒന്ന് കുറച്ച് അവിടെ പോയിരിക്കും. 24 മണിക്കൂർ തന്നെ കുത്തിക്കൊണ്ടിരിക്കാതെ. എല്ലാ സൺഡേ അതൊക്കെ ചായ ചെയ്യുന്നത്. അതിലൊന്നും ഇപ്പൊ ഒരു പുതുമയില്ലേ? നാളെ എന്തോ നിന്റെ നാളെ ആലോചിച്ചോട്ടെ എനിക്കിപ്പൊ ടെൻഷൻ. നീ ഇപ്പൊ പോയി ഒരു ചായ എടുത്തോണ്ട് കണ്ടോ ചായ? ഞാൻ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കുമ്പോ ചായ എടി, ഞാൻ ചായ ചോദിക്കുന്നല്ലാതെ ഇതുവരെ നീ എനിക്കൊരു ചായ കൊണ്ടുവന്നിട്ടുണ്ടോ?
അങ്ങോട്ടേക്കാൾ മാറി നിന്ന് സംസാരിക്കും. ഞാനതൊന്ന് കാണട്ടെ. ഹലോ, ആരായിരുന്നു? ആ മോനെ പറഞ്ഞാട്ടെ. സീമോൻ എന്തിയെ? 2 ദിവസമായാലും വിളിച്ചിട്ട് അവൻ നിങ്ങളെ. എന്തു പറ്റി മോനെ? അയ്യോ, അവനെ എങ്ങനെയും നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ? പിന്നെ ഞങ്ങൾക്ക് വരാനും പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റൂലേ? ഇപ്പൊ നിങ്ങളൊക്കെ അവിടെ ഉള്ളതായിരുന്നു ഒരു സമാധാനം. എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറയണേ കേട്ടോ, മറക്കില്ലേ? ഓക്കെ ഉണ്ട്, ശരി എന്നാ, ആയിക്കോട്ടെ. ഏലിക്കുട്ടി, ഏലിക്കുട്ടി, ഏലിക്കുട്ടി. മനുഷ്യ എന്താ നിങ്ങൾക്ക് ചായ വേണം? ഉണ്ടാക്കി തരാൻ നേരെ ചായ അല്ലടി, അന്ന കൊച്ചില്ലയോ, അവൻ ഹോസ്പിറ്റലാണ്. എന്റെ ചായ വല്ല ഹൃദയം കൊടുക്കാൻ പോയതായിരിക്കും. നിങ്ങൾ ചുമ്മാ ഇരിക്കും. ഈ നിർത്തുന്നുണ്ടോ? കുറെ നേരം അവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. 24 മണിക്കൂർ ഈ ഫോണെ കുത്തു തന്നെ നിനക്ക് പരിപാടി. പിള്ളേരെ വളർത്താൻ അറിയത്തില്ല, പിള്ളേരെ കൊണ്ട് ഒരു കാര്യം അവിടെ ചെയ്യല. 24 മണിക്കൂർ ഫോണെ കുത്തിക്കൊണ്ടിരുന്നാൽ മതി അവർക്ക്. ഞാൻ ബഹളം വെച്ചിരുന്നല്ലേ? ഞാനാണ് ഈ ബഹളമൊക്കെ കിടന്ന്. ചെറുക്കനുണ്ടല്ലോ, നിന്റെ കുത്തൽ കാരണം അവൻ ഐസിയിൽ കിടക്കുക, അറിയാവോ? 24 മണിക്കൂർ ഫോണെ കുത്തിയാൽ മതിയല്ലോ. ഐസിയില് അവന്റെ കൂട്ടുകാരനെ ഇപ്പൊ വിളിച്ചേ. അവൻ ഡ്രഗ് ഓവർഡോസ് ആയിട്ട് കണ്ട ഐസിയിൽ കിടക്കുന്നത്. എനിക്ക് അറിയാൻ പാടില്ല എന്നാ ചെയ്യണമെന്ന്. ഈ വളർത്തിയതിനെ കൂടുതൽ എന്നോട് പറയിപ്പിക്കില്ല കേട്ടോ. എന്ത് പറ്റി? രണ്ടുപേരും കരഞ്ഞു വിഷമിച്ചിരിക്കുന്നേ. എന്റെ സിസ്റ്റർമാരെ, എന്റെ മോനൊക്കെ, എന്റെ സീമോനൊക്കെ ഐസിയുയിൽ കിടക്കുവാന്ന് കാനഡയില്. അവൻ കാനഡയിൽ പോയതിനു ശേഷം അവന് കൂട്ടുകെട്ടൊന്നും ശരിയല്ലായിരുന്നു. അവൻ അവിടെ പോയി ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നോ മൊത്തം പ്രശ്നമായി. ഇപ്പം ഡ്രഗ് ഓവർഡോസ് ആയിട്ടാണ് ഐസിയു കിടക്കുവാന്ന് അവൻ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു. എനിക്ക് അറിയാൻ പാടില്ല സിസ്റ്റർ, എന്നാ ചെയ്യണം? നിങ്ങൾ അവനോട് ഒന്ന് പ്രാർത്ഥിക്കും. ഏലിക്കുട്ടിമാവ വിഷമിക്കണ്ട. ഇതിന്റെ വിടുതലിനായി മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഒരു പരിഹാരം തരും. ബാല നടത്തേണ്ട വഴിയിൽ അവനെ അഭ്യർത്ഥിക്കുക. കൃത്യമായ കൃത്യമാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവഴി നടത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാനിവിടെ 1000 വട്ടം ഞാനും പാസ്റ്ററും പറഞ്ഞത് പിള്ളേരെ മാന്യം വരിക വളർത്തോളൂ. ഇപ്പൊ അതിനോട് സമയമില്ലല്ലോ. 24 മണിക്കൂർ ഫോണെ കൊണ്ടിരിക്കാൻ നമുക്ക് സമയമുള്ളൂ. എന്തോ ചെയ്യാനാ? കുറ്റപ്പെടുത്തുവല്ല അമ്മാമേ. തലമുറകളെ നേർവഴി നടത്തുവാനും ദൈവകൃപയിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളായ നിങ്ങളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അച്ചായാലും അമ്മാമേ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവസഭയിലെ പാസ്റ്ററേക്കാളോ അല്ല സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനേക്കാളോ സ്കൂൾ അധ്യാപകരെക്കാളോ ഒക്കെ ഉപരിയായി നമ്മുടെ കുഞ്ഞുങ്ങളെ ധാർമ്മിക ബോധത്തിലും ആത്മീയത്തിലും വളർത്തുവാനുള്ള കടമ മാതാപിതാക്കൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ അലസരാകാതെ ദൈവകൃപയോടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് മനസ്സിലായി അമ്മ. ഞാനിനി തെറ്റേണ്ട തെറ്റെല്ലാം തിരുത്തി ദൈവസന്നിധിയിൽ താഴ്ചയോട് പ്രാർത്ഥിച്ച് വചനമൊക്കെ വായിച്ചൊരു നല്ല ക്രിസ്ത്യൻ ജീവിതം നയിച്ചോളാം. അമ്മ വിഷമിക്കണ്ട. സഭായോഗത്തിന് പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു വാ. സീമോന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ശ്രദ്ധയായ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വരാം. ഞാൻ പിള്ളേരെ വിളിച്ചോണ്ട് വരാം. ഒരു വാക്ക് സീമോന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. അച്ഛാ, നമുക്ക് പ്രാർത്ഥിക്കാം. കാലം കഴിവാറായി. നമ്മുടെ പ്രിയന്റെ വരവ് ആസന്നമായി.
നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീക ബോധമുള്ളവരും ധാർമ്മിക മൂല്യമുള്ളവരുമാക്കി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറ്റവും അധികം ഉത്തരവാദിത്തം മറ്റാരേക്കാളും ഉപരി മാതാപിതാക്കളിൽ അനിഷ്ഠിതമാണ്. അതുകൊണ്ട് നാം വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ദൈവം നമുക്ക് നൽകിയ തലമുറകളെ ക്രിസ്തുവിൽ വളർത്തുവാനുമായി നമുക്ക് ശ്രദ്ധാലുക്കളാകാം. എല്ലാ കുടുംബങ്ങളെയും ദൈവം അതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.